നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇതിന് മുൻപ് കഥകൾ പറഞ്ഞിട്ട് 4-5 ദിവസങ്ങൾക്ക് മുൻപാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. 3-4 ദിവസങ്ങളായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വളരെ ക്ഷീണിതയായിരുന്നു. എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കിട്ടി, വല്ലാതെ ക്ഷീണം തോന്നുന്നുവല്ലോ, ടേക്ക് റെസ്റ്റ്. എനിക്കത് വളരെ ഉള്ളിൽ തട്ടി. ആരും ഏത് എന്നൊന്നും അറിയില്ല എനിക്ക്. എങ്കിലും എൻ്റെ ക്ഷീണം മനസ്സിലാക്കിയല്ലോ, എന്നോട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലോ. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം എനിക്ക് റെസ്റ്റ് എടുത്തു. മറ്റൊന്നുമല്ല, എനിക്ക് ആകെ തലയ്ക്ക് ഒരു വിങ്ങൽ പോലെ, ജലദോഷം ഇല്ല താനും, സംസാരിക്കാനും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പോലെ ഒരു ചൂട് തലയ്ക്ക്. അതൊക്കെ ആയിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ കുളിക്കും, ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴും, വന്ന് എന്തെങ്കിലും കഴിക്കും, കുറച്ച് നേരം കിടക്കും, അല്ലെങ്കിൽ ഇരിക്കും. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്ത റെസ്റ്റ്. പിന്നെ എനിക്കൊരു വിവാഹത്തിന് പോകേണ്ടി വന്നു, ഒരു 60-ാം പിറന്നാളിന് പോകേണ്ടി വന്നു. എന്തിനു പറയണു, 4 ദിവസമായിട്ട് ഈ റെക്കോർഡിങ് ഭാഗത്തേക്ക് ഒന്നും സാധിച്ചില്ല. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എൻ്റെ ക്ഷീണം നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ എൻ്റെ സന്തോഷവും മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും കഥയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ വരരുചിയുടെ കഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കഥകൾ, ഈ വരരുചിക്ക് എന്താണ് ഇങ്ങനെ മനുഷ്യനായി ജനിക്കേണ്ട കാരണം ഉണ്ടായത് എന്ന് ഒരിക്കൽ പരാമർശിച്ചിട്ടുണ്ട്. അതായത് മഹാദേവൻ, നല്ല കഥ പറയുന്ന ആളാട്ടോ മഹാദേവൻ, പറയുന്നതാണോ പാർവതീദേവിയോട്. അങ്ങനെ സരസമധുരമായിട്ട് വിദ്യാധരന്മാരുടെ കഥ പാർവതീദേവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗണനായകനായ പുഷ്പദത്തൻ അതോളിച്ചു നിന്ന് കേട്ടു. പാർവതിയോട് അദ്ദേഹം പറയുന്ന കഥകൾ രഹസ്യമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്ന ഒരു വലിയ മാരകമായ കുറ്റല്ലേ പുഷ്പദത്തൻ. പാർവതി അത് കണ്ടു. ഉടൻ തന്നെ ശപിച്ചു, നീ ഭൂമിയിൽ പോയി ജീവിക്കും മനുഷ്യനായിട്ട്. എന്നിട്ട് അതായത് ജാതിമത ചിന്തകളൊന്നും, വാസ്തവത്തിൽ അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിക്കുന്നു, ഒരേ സൂര്യപ്രകാശം, ഒരേ ശുദ്ധജലം, ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നു. എല്ലാവരുടെയും ജീവിത രീതി ഒരുപോലെ വരുന്നതാണ്. എങ്കിലും ചില വ്യത്യസ്തതകൾ എങ്ങനെയോ നമുക്കിടയിൽ വന്നുകൂടിയതുകൊണ്ട് അതെല്ലാം ഒരു ശൂന്യമായ കാര്യങ്ങളാണെന്ന് തെളിയിക്കാൻ നിനക്കൊരവസരം തരികയാണ്. മനുഷ്യനായി ജനിച്ച് അത് തെളിയിക്കണം. ഇതാണ് പാർവതി. അതിനുശേഷം നീ എന്നെ സ്മരിച്ചാൽ മതി. പുഷ്പദത്ത, നിനക്ക് ഞാൻ ഗണനായക സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഭൂമിയിൽ പോയി മനുഷ്യനായി ജനിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് വരരുചി എന്ന ബ്രാഹ്മണ കുടുംബത്തിലൊരു ഉണ്ണിയായിട്ട് വരരുചി ജനിച്ചതും വളർന്നതും. താഴെക്കിടയിലുള്ള ഒരു പറയ സമുദായത്തിലൊരു പെൺകുട്ടിയെ, പഞ്ചമിയെ വിവാഹം ചെയ്തതും ജീവിച്ചതങ്ങനെ 12 സ്ഥലത്ത് വെച്ച് ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഈ പഞ്ചമിക്ക് കിട്ടി. പറയകുലത്തിൽ ജീവിച്ചാണ്. അതുപോലെ വരരുചി മഹാബ്രാഹ്മണനായിട്ട്, പണ്ഡിതനായിട്ട്, ജ്ഞാനിയായിട്ടൊക്കെ ജീവിച്ചു. ഇവർ തമ്മിലുള്ള വിവാഹം എന്നുള്ളത് വിധാതാവിൻ്റെ ഒരു നിയമമായിരുന്നു. വിധി അനുസരിച്ച് നടന്ന വിവാഹം. അങ്ങനെ ഇവർ ദേശാടനത്തിന് പോകാൻ തുടങ്ങി. ദേശാടനത്തിന് പോയി അങ്ങനെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പഞ്ചമിക്ക് ആദ്യമായിട്ടൊരു പുത്രനുണ്ടായി. ഒരു പന്തക്കാട്ടിൽ വെച്ച് പ്രസവിച്ചു. ഭർത്താവിനോടൊപ്പം അങ്ങനെ അനുഗമിക്കുകയല്ലേ. അത് കുട്ടിക്ക് വായ കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് പറഞ്ഞാൽ അവിടെ കിടത്തിക്കൊള്ളൂ പറയും. അങ്ങനെ അവിടെ കിടക്കും. വീണ്ടും നടക്കും. പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം പ്രസവിക്കും. വായ കയറിയിട്ടുണ്ടോ കുഞ്ഞിനെ എന്ന് ചോദിക്കും. ഉണ്ട് പറഞ്ഞാൽ കിടത്തിക്കോളൂ, വായ കീറിയ ദൈവം ഇരയും നൽകും എന്നും പറഞ്ഞു പോകും. ഇങ്ങനെ 11 കുട്ടികളെയും ഉപേക്ഷിച്ചു. 12ാമത്തെ കുട്ടിയായപ്പോഴേക്കും പഞ്ചമിക്ക് തോന്നി, ഇവനെ ഞാൻ എന്തായാലും കൊടുക്കില്ല, ഞാൻ വളർത്തും, ഞാൻ മുലപ്പാൽ കൊടുക്കും, എനിക്കിവനെ കാണണം, കളികൾ കാണണം, ചിരികൾ കാണണം, വളർച്ച കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വായ കീറിയിട്ടുണ്ടോ എന്ന് പതിവ് പോലെ ചോദിച്ചപ്പോൾ ഇല്ല എന്നോട് പറഞ്ഞു. ഇല്ലേ?
എടുത്തോളൂ കയ്യിൽ എന്നും പറഞ്ഞു. അപ്പോൾ പ്രസവിച്ച വഴിക്ക് പഞ്ചമി കണ്ടതാണ്. കുഞ്ഞിന് വായൊക്കെ ഉണ്ട്, കുഞ്ഞ് ഉറക്കം കരയുകയൊക്കെ ചെയ്തു. പക്ഷേ കയ്യിലെടുത്ത് ഇത്തിരി കഴിഞ്ഞിട്ടും അനക്കൊന്നുമില്ല, ഒരു ശബ്ദവും ഒന്നുമില്ല. എന്താ അത് എന്ന് വിചാരിച്ച് മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴല്ലേ കുഞ്ഞിന് വായയില്ല. എപ്പോൾ പറഞ്ഞു വരരുചിയോട് വായ കീറിയിട്ടില്ല എന്ന്, അപ്പം വായ ഇങ്ങോട്ട് മാഞ്ഞുപോയി. അതാണ് വരരുചിയുടെ ഒരു പ്രഭാവം. ആ കുഞ്ഞിനെ വരരുചി എന്തോ ചെയ്യും, കുട്ടി എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ ശബ്ദിക്കും എന്നൊക്കെ ഓർത്ത് പഞ്ചമി കരഞ്ഞപ്പോൾ കുഞ്ഞിനെയും മേടിച്ചുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കയറി അവിടെ ഒരു പാറപ്പുറത്തങ്ങോട്ട് ഇരുത്തി കുട്ടി. അതാണ് വായില്ല കുന്നിലപ്പൻ. ഒരു കുന്നിൻ്റെ മുകളിൽ ഈശ്വരനായിട്ട് ഇന്നും ഇവിടെ കടമ്പഴിപ്പുറത്തിനടുത്ത് വായില്ല കുന്നിലപ്പൻ. ഇതൊക്കെ നടന്ന കഥകൾ, കഴിഞ്ഞ കഥകൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരരുചിയുടെയും പഞ്ചമിയുടെയും ഒരു അന്ത്യകാലം. അതായത് ആ ശാപമോക്ഷം, വരരുചിയുടെ ശാപമോക്ഷം കിട്ടുന്ന ഭാഗം, വരരുചി എന്നുള്ള ജന്മം അവസാനിക്കുന്നത് എങ്ങനെ, അതാണ് ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. നോക്കാം. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിൽ ഈ വരരുചി താമസിച്ചു കൊണ്ടിരിക്കെ ഉണ്ടായ സംഭവങ്ങൾ ആണ് നമ്മൾ ഇത്ര നാളും പറഞ്ഞത്. വരരുചിക്ക് പുത്രന്മാരും ഒരു മകളും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കാലം പിന്നെയും കടന്നുപോയി. പ്രായം രണ്ടുപേരെയും ബാധിച്ചു. അപ്പോൾ വൈല്ല കുന്നിലപ്പൻ അവിടെ ഇരുന്നു 12 മക്കളെ ഉപേക്ഷിച്ച് ആ 12 പെറ്റൊരമ്മ അങ്ങനെ നടക്കുക ഭർത്താവിനോടൊപ്പം. കാലം കഴിയുന്നതിനനുസരിച്ച് രണ്ടാൾക്കും ആ പ്രായം ശരീരത്തിൽ വരുത്തുന്ന മാറ്റം, തലമുടിയൊക്കെ നരച്ചു, പ്രായം തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞു, കണ്ണിന് കാഴ്ച അങ്ങോട്ട് മങ്ങി, കേൾവി അങ്ങോട്ട് ഇല്ലാതെ കണ്ടായി, കൈകാലുകൾക്കൊക്കെ ബലക്ഷയം വന്നു. ഭിക്ഷയാചിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഭിക്ഷയാചിക്കുമ്പോൾ വടികുത്തി പിടിച്ചൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പം അതിനും പറ്റാതെ കണ്ടായി. ഈ വരരുചി എന്ന് പറയുന്ന മനുഷ്യന് ശാരീരിക അവശത കാരണം വല്ലാണ്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ തനിക്ക് അങ്ങേലോകത്ത് പോകാൻ സമയമായി എന്ന് മനസ്സിലായി. ഉടൻ തന്നെ പറഞ്ഞു ഈ പഞ്ചമയുടെ പ്രിയേ, നമ്മുടെ കാലമൊക്കെ അവസാനിക്കാൻ പോകട്ടോ. എനിക്ക് നടക്കാനും വയ്യ, ഭിക്ഷ യാചിക്കുമ്പോൾ അതിനൊരു താങ്ങായി നിൻ്റെ കൂടെ വരാനും വയ്യ, നിൽക്കാൻ തന്നെ എനിക്ക് വിഷമായിരിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കാറായിട്ടോ എന്ന് പറഞ്ഞു. പഞ്ചമിക്ക് അങ്ങോട്ട് സങ്കടമായില്ല. അയ്യോ അങ്ങനെ എന്തായി പറയണേ, അങ്ങില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അയ്യോ എനിക്ക് ജീവനല്ലേ അങ്ങേ, ഞാൻ എന്തുമാത്രം സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ് പഞ്ചമി ഇങ്ങനെ പദം പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. എത്ര കാലമായി നമ്മൾ ഒന്നിച്ച് നടക്കണേ, ഒരു ദിവസമെങ്കിലും നമ്മൾ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ, കിട്ടണേന്ന് നമ്മൾ രണ്ടാളും കൂടി പങ്കുവച്ചല്ലേ കഴിച്ചേർന്നേ, അങ്ങനെ എന്നെ അങ്ങോട്ട് വിട്ടു പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാനേ വയ്യ, അങ്ങില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പഞ്ചമിയുള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാണപ്പെട്ട ദൈവമാണങ്ങ്, ഇവിടെ അനാഥയാക്കിയിട്ട് അങ്ങ് എങ്ങും പോവല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ വരരുചിക്ക് തോന്നി പാപം എന്തെങ്കിലും കൊള്ളാമെന്ന്, അവൾക്ക് എന്താ ആഗ്രഹിച്ച ഒരു വരങ്ങട് കൊടുക്കാം എന്ന് കരുതിയിട്ട് ചോദിച്ചു, നീ എന്തിനെന്നെ സ്നേഹിക്കുന്നു? ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിക്കല്ലേ കുട്ടി ചെയ്തത്. ബ്രാഹ്മണഗ്രഹത്തിൽ വളർന്ന നിന്നെ വിവാഹം കഴിച്ചിട്ട് ദേശാടനത്തിന് നീ നൊന്ത് പ്രസവിച്ച 12 മക്കളെയും എൻ്റെ തീരുമാനം അനുസരിച്ച് നീ ഉപേക്ഷിച്ചില്ലേ? ഒരു കുട്ടികളെ നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും നീ ഒന്ന് സമാധാനിച്ചോ. എൻ്റെ കാലശേഷം നീ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ മക്കളൊക്കെ ഓടി വന്നോളും, നിന്നെ നോക്കിക്കോളും പറഞ്ഞു. പഞ്ചമി തന്നെ വേണ്ട, എന്നെ അങ്ങല്ലാണ്ട് ഒരാളും നോക്കണ്ട, ഒരു മക്കളും വേണ്ട, അങ്ങക്ക് അങ്ങ് മരിക്കണം അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ശരിയാണ്, 12 മക്കളില്ലേ, ഒരു മക്കളെ ഞാൻ കയ്യെ പിടിച്ചുകൊണ്ട് പോയിപ്പോൾ വായില്ല കുന്നപ്പനെ ഒന്ന് എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മക്കളെ എടുത്തിട്ട് പോലുമില്ല മറ്റുള്ളവരെ. അങ്ങനെ എനിക്ക് മക്കളെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നുണ്ടപ്പോൾ പഞ്ചമി അവിടെ അദ്ദേഹം മടിയിൽ കിടക്കുക, പഞ്ചമിയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കുന്ന ഒരൊറ്റ വിളിയാണ്. ഏറ്റവും താഴെയുള്ള മകനെ വായില്ല കുന്നിലപ്പനെ, വായില്ല കുന്നിലപ്പാ
മോനെ, പൊന്നുമോനെ, വായില്ല കുന്നിലപ്പാ, ഒന്ന് ഓടി വാ മോനെ എന്ന് പറഞ്ഞു. വായില്ല കുന്നിലപ്പൻ മുൻപിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷ എന്താ അമ്മയെ വിളിച്ച്? വാ, അച്ഛനും നിന്നെ കാണുന്നു, നീ വേഗം പോയിട്ട് നിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാ, നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നു, ഞങ്ങൾക്ക് ഒരുപാട് മോണ്ട് കുട്ടി എന്ന് പറഞ്ഞു. വായില്ല കുന്നിലപ്പൻ അപ്പം തന്നെ പോയി. എന്നിട്ട് മൂത്ത ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പുകൂറ്റൻ, നാറാണത്ത് പ്രാന്തൻ, ബാക്കനാര്, പാണനാര്, ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി ഇവരെല്ലാവരെയും വിളിച്ച് ഒരുമിച്ചും പെട്ടെന്ന് തന്നെ 12 മക്കളും ഒരുമിച്ച് അച്ഛനമ്മമാരുടെ അടുത്തങ്ങോട്ട് വന്നു. അപ്പോഴേക്കും വരരുചി എണീറ്റിരുന്നു. മക്കളെ കണ്ടപ്പോൾ അങ്ങോട്ട് എണീറ്റിരുന്നു. സന്തോഷത്തോടെ 4 പുറവും നോക്കി. 12 മക്കളെ ഒരുമിച്ച് കാണുമല്ലേ അച്ഛൻ. അങ്ങനെയായിപ്പോൾ പഞ്ചമിയും കണ്ടു. പഞ്ചമി അതോടുകൂടിയിട്ട് എന്താപ്പം നിനക്ക് ഞാൻ വരം തരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വരരുചി പറഞ്ഞു, നിനക്ക് എന്ത് വരാ വേണ്ടേ പഞ്ചമി, നമ്മുടെ 12 മക്കളും ഒപ്പം നിൽക്കുകയല്ലേ. പഞ്ചമി എടുത്ത വഴിക്ക് എന്ത് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മരണം സംഭവിക്കണതിൻ്റെ ഒരു അര നാഴിക നേരം, എന്നുവെച്ചാൽ വളരെ കുറച്ച് അളവാണ്, അര നാഴിക നേരം മുൻപേ മരിക്കണം. എന്നേക്കാൾ മുൻപോ? അതെ, അങ്ങേക്കാളും മുമ്പ് മരിക്കണം, എനിക്ക് അങ്ങനെയല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വരരുചി പറഞ്ഞു, പഞ്ചമി നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയല്ല. പഞ്ചമി വേഗം വരരുചിയുടെ മടിയിലേക്ക് അങ്ങ് കിടന്നു. ഏതാണ്ട് മരണവിഷമങ്ങളൊക്കെ കാണിച്ചു. കുട്ടികളൊക്കെ ഗംഗാജലം കൊടുത്തു. മീനിട്ട് വച്ചിട്ട് പഞ്ചമി അങ്ങോട്ട് മരിച്ചു. പിന്നാലെ പഞ്ചമി മരിച്ചു. താഴ്ത്തിറക്കി കിടത്തി. വരരുചി അങ്ങോട്ട് നീണ്ടു നിവർന്നങ്ങോട്ട് കിടന്നു. ഓരോ മക്കളും, ഞാനാച്ച അവിടുത്തെ മൂത്ത മകൻ, ദാ അഗ്നിഹോത്രി, വെള്ളം തരുക കേട്ടോ, ഗംഗാജലം. അത് വാങ്ങി കുടിച്ചു. പിന്നത്തെ മകൻ നാരായണത്ത് പ്രാന്തൻ വന്നു. അപ്പോഴും വെള്ളം വാങ്ങി കുടിച്ചു. പാക്കനാർ വന്നു, പാണനാർ വന്നു, പെരുന്തച്ഛൻ വന്നു, ക്ഷപണകൻ വന്നു, പിന്നെ ഉപ്പുകൂറ്റൻ വന്നു. ആൺമക്കളൊക്കെ എല്ലാവരും കൊടുത്തു. അച്ഛാ, ഞാൻ അവിടുത്തെ പ്രിയ പുത്രിയാണ്, ഞാൻ തരട്ടെ അച്ഛന് വെള്ളം എന്ന് പറഞ്ഞ ആ മകളും വെള്ളം കൊടുത്തു. അതിൻ്റെ പിന്നാലെ വരരുചി അങ്ങ് മരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് വരരുചിയുടെ ശാപമോക്ഷം. പാർവതീദേവി ജീമൂതവാഹനന്മാരുടെ കഥ സരസമധുരമായി മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തത് ഒളിച്ചു നിന്ന് കേട്ടതിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തിന് മനുഷ്യജന്മം കിട്ടിയത്. ജനനം കൊണ്ട് നമ്മൾക്കാർക്കും ഒരു ജാതിയും മതവും ഒന്നും ആർജിക്കുന്നില്ല, ഒക്കെ വളരുന്ന സാഹചര്യം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് തെളിയിക്കുകയാണ് വരരുചി ചെയ്തത്. 12 മക്കൾ 12 കുലത്തിലെ മിടുമിടുക്കന്മാരായിട്ട് വളർന്ന കഥയാണ് നമ്മൾ കാണുന്നത്. അഗ്നിഹോത്രി കടമ്പൂർ മനക്കലെ ഉണ്ണിയായി വളർന്ന് അഗ്നിഹോത്രിയായി ആ സിദ്ധികളോടുകൂടി അദ്ദേഹമാണല്ലോ തൃത്താലത്തിൽ ശിവലിംഗം പ്രതീക്ഷിച്ച് കൊണ്ടുപോയി പുഴയുടെ നടുവിൽ പ്രതീക്ഷിച്ചു. പുഴയുടെ ഒഴുക്കിൽ തള്ളിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അഗ്നിഹോത്രി കുട്ടിയായിരുന്നു അദ്ദേഹം, 5-6 വയസ്സുള്ളൊരു കുട്ടി മാത്രം. ആ കുട്ടി ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകി വന്ന ഈ തൃത്താലത്തിലെ മഹാദേവനെ ഒലിച്ചു പോകൂലോ എന്ന് കരുതി പുഴയൊന്ന് അങ്ങോട്ട് വഴി മാറട്ടെ എന്ന് പറഞ്ഞൊരു കുന്തം അങ്ങോട്ട് എടുത്തെറിഞ്ഞു. ഒരു കോല് അങ്ങോട്ട് എടുത്തെറിഞ്ഞ് അത് ചെന്ന് തറച്ച് വീണയിടത്തേക്ക് പുഴ അപ്പാടെ വഴി മാറി ഈ തൃത്താലത്തിലിരിക്കുന്ന മഹാദേവനെ ചുറ്റിക്കൊണ്ട് വരണ്ടുകുറ്റിക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടത്രേ. ഭാരതപ്പുഴയുടെ ഒരു കടവാണ്. അവിടെ കൊടും വളവായിട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ഈ തൃത്താലത്തിൽ മഹാദേവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഗ്നിഹോത്രി ഭാരതപ്പുഴയുടെ ഗതി അങ്ങോട്ട് മാറ്റിവിട്ടു. ഇന്നും ഭാരതപ്പുഴ ആ കൊടും വളവായിട്ട് ഒഴുകുന്നത്. അതിൻ്റെ തീരത്തായിട്ട് തൃത്താലം എന്ന് വെച്ചാൽ താലത്തിൽ ഇരിക്കുന്ന മഹാദേവൻ ഇരിക്കുന്ന സ്ഥലം. പുതിയ താലല്ല, എന്ന് പറയുന്നത് ഒരു ബഹുമാനമായിട്ട് തിരുമേനി, തൃക്കണ്ണ് എന്നൊക്കെ പറയും. കണ്ണല്ല, തൃക്കണ്ണ്, അതിന് ബഹുമാനമായിട്ട് പറയുന്നത്. എന്ന പോലെ താലത്തിലെ മഹാദേവൻ എന്നുള്ളത് തൃത്താലത്തിലപ്പൻ.
അതാണ് താലത്തിലും മണലും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തൃത്താലയുണ്ടായത്. തൃത്താലപ്പൻ്റെ ക്ഷേത്രം ഉയർന്നത്. ഭാരതപ്പുഴ വരണ്ടുകുറ്റി എന്ന കടവിൻ്റെ ഭാഗത്ത് കുത്തനെ നല്ല കൊടും വളവായിട്ട് ഒഴുകുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം മൂത്ത മകനായ അഗ്നിഹോത്രിയാണ്. ഇവിടെ വരരുചി മരിച്ചു, പഞ്ചമി മരിച്ചു, ശവസംസ്കാരാദികളൊക്കെ വേണ്ടതുപോലെ നടന്നു. അഗ്നിഹോത്രിയ മൂത്ത മകൻ, അദ്ദേഹമാണ് ശവസംസ്കാരം. മറ്റുള്ളവരൊക്കെ കണ്ടു നിൽക്കും, തൊട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ബ്രാഹ്മണ രീതിയിൽ തന്നെ വരരുചിയുടെയും പഞ്ചമിയുടെയും ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ അന്നൊരു തീരുമാനമെടുത്തു. എല്ലാ വർഷവും അച്ഛൻ്റെ ശ്രാദ്ധത്തിന്, അമ്മയുടെ ശ്രാദ്ധത്തിന് അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ഒരുമിച്ച് കൂടാം എന്ന് തീരുമാനിച്ച് പറഞ്ഞ് പിരിയുകയും ചെയ്തു. ഇങ്ങനെയാണ് വരരുചിക്ക് ശാപമോക്ഷം കിട്ടി പുഷ്പദന്തനായി മാറിയത്. ഈ കഥ ഞാനിവിടെ നിർത്തട്ടെ. അടുത്ത ദിവസം വരരുചിയുടെ തന്നെ മറ്റൊരു രസകരമായ സംഭവം പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.